Brothers and sisters, I'm very, very happy to be here today. My brother is your MP. He has made you his family. And I feel like I'm also here amidst my family members. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ വന്ന് നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സഹോദരൻ നിങ്ങളുടെ ജനപ്രതിനിധിയാണ്, നിങ്ങളുടെ പാർലമെന്റ് പ്രതിനിധിയാണ്. ഈ വയനാട് അദ്ദേഹം തൻ്റെ കുടുംബമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ വന്ന തോന്നലാണ് ഇന്നുള്ളത്. I welcome Shri T. Siddiqui ji, Shri PMA Salam ji, Shri IC Balkrishna ji, Shri ND Appachan ji, Shri KK Ahmed ji, Shri C. Mamutti ji, Shri KK Vishwanathan Master ji to this meeting, and welcome to all of you also who have come here to hear my words. ഈ വേദിയിലുള്ള എല്ലാ സീനിയർ നേതാക്കളെയും അതുപോലെ തന്നെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. You are the pride of India. ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. You celebrate Vishu, Onam, Eid, Christmas, Easter. All the religious groups live in harmony. You are an example for the whole nation to see. നിങ്ങളെ വിഷുവും ഓണവും ഈദും ക്രിസ്മസും എല്ലാം ആഘോഷിക്കുന്നു. ഈ രാജ്യത്ത് കേരളത്തിലെ സംസ്ഥാനത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളും ഒരുമിച്ച് സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ച് ലോകത്തിന് മുഴുവൻ, ഇന്ത്യക്ക് മുഴുവൻ ഒരു മാതൃക കാട്ടുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. You are the children of Narayan Guruji, who taught us all the way of truth. നിങ്ങളെല്ലാവരും ശ്രീനാരായണ ഗുരുദേവന്റെ മക്കളാണ്. നമ്മളെ സത്യത്തിന്റെ മാർഗം പഠിപ്പിച്ചു തന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മക്കളാണ് നിങ്ങൾ. Who brought the idea of equality amongst you. നിങ്ങളുടെ ഇടയിൽ സമത്വം എന്ന ആശയം കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മക്കളാണ് നിങ്ങൾ. The idea that no matter how poor you are, how rich you are, no matter whether you are a farmer somewhere in a village, whether you are the Prime Minister of India, as human beings you are all equal. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും, എത്ര ദരിദ്രനായ ആളാണെങ്കിലും, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു കർഷകനാണെങ്കിലും, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും, എല്ലാവരും ഈ രാജ്യത്ത് തുല്യരാണെന്നുള്ള ആശയമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. And this is the same idea that Mahatma Gandhi ji expressed. It is the same idea with which he inspired the revolution against the British and made India free. ഇതേ ആശയം, ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ആശയമാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായ വിപ്ലവം മുൻപോട്ട് നയിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ അദ്ദേഹം പ്രചോദിപ്പിച്ചതും. It is the same idea seeded in the Constitution of India. ഇതേ ആശയമാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്കുള്ളിലുള്ളതും. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന ഇതേ ആശയമാണ്. That is why today, no matter where in the country you are, no matter what you do, no matter which religion, which caste you belong to, you have a vote which is your greatest power. അതുകൊണ്ടാണ് ഭരണഘടന എല്ലാവർക്കും തുല്യത നൽകുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനാണ് നിങ്ങളെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഈ രാജ്യത്ത് ഇന്നുള്ളത്. This vote makes the future. It makes your country strong. It makes you choose for the next 5 years who is going to be in government, how that government is going to work, and what your future is going to look like. ഈ വോട്ടാണ്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്ന വോട്ടാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഈ വോട്ടാണ് നിങ്ങളുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നത്. അടുത്ത 5 വർഷത്തേക്ക് നിങ്ങളെ ആരാണ് ഭരിക്കാൻ പോകുന്നത്, നിങ്ങളുടെ രാജ്യത്തെ എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വോട്ടാണ്. So it's very, very important for you to understand, especially today, under the circumstances and the way things are in our country, that this vote of yours is not just for you, not just for your family, not just for Wayanad, but it is a vote that is going to protect the democracy of this country and the constitution for which
all these great people gave their lives and fought. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, വയനാടിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ പോകുന്നതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വോട്ട്. So I want to tell you a little bit about what is going on in our country today. അതുകൊണ്ട് നിങ്ങളോട് ഈ രാജ്യത്ത് ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. I'm sure you watch TV, you listen to the media, but unfortunately most of the media is captured by the BJP, by the forces that support the BJP. So often they don't show you the truth. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങളൊക്കെ മാധ്യമങ്ങൾ കാണുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാജ്യത്തെ ഏകദേശം മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും BJP കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ സത്യം എന്താണ്, വാസ്തവം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. But if you look carefully, the truth is everywhere. പക്ഷേ നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ആ സത്യം കാണാൻ സാധിക്കും. The truth is in the daily struggles of your life, in how prices are rising exponentially, whether it's the price of petrol, diesel, oil, anything you use in farming, anything that you go and buy from the shops, those prices are rising exponentially. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അവശ്യ വസ്തുക്കളുടെ, നിത്യോപയോഗ സാധനങ്ങളുടെ, പെട്രോളിന്റെ, ഡീസലിന്റെ, എണ്ണയുടെ, അതുപോലെ നിങ്ങൾ കടയിൽ എന്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു അതിന്റെ എല്ലാം വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്ന സത്യവും യാഥാർത്ഥ്യവും. The truth is in the figures. The rise in the unemployment rate, which has multiplied in the last 10 years. The truth is in the fact that our savings have reduced. The household savings have reduced. The truth is in the fact that the growth rate is nowhere near what it was during Manmohan Singh ji's time. ഈ രാജ്യത്തെ സത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിന് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ സമ്പാദ്യം കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്തെക്കാൾ ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന സത്യം. In fact, if you look carefully and you listen to the Prime Minister's speeches and to the speeches of other politicians in the BJP, you find that the truth is reflected in the fact that they will not speak about your problems. They will not speak about development. They will not speak about real issues. Every single day they pull out some new issue which is unrelated to your life, which is unrelated to your progress, which is unrelated to rising prices, rising unemployment, and they make the whole media talk about those irrelevant issues and try to make the election about them as well. നിങ്ങൾ ഓരോ ദിവസവും ബിജെപിയുടെ പ്രവർത്തകരുടെയും പ്രധാനമന്ത്രിയുടെ ഒക്കെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവരൊരിക്കലും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ഓരോ ദിവസവും ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത അപ്രസക്തമായ വിഷയങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരും. ആ വിഷയങ്ങളെ കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും, മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾക്കൊരു പ്രയോജനവുമില്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. The truth is that in the last 10 years they have done all they could to destroy every institution that protects the rights of the public in this country. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഓരോ ഭരണഘടനാ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധ്യമായതെല്ലാം BJP സർക്കാർ ചെയ്തു എന്നാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. Anybody who fights for you, anybody who speaks out against them, anybody who speaks out for you is harassed, intimidated and brought to their knees. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആര് BJPക്കെതിരെ പറയുന്നു, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അവരെയൊക്കെ മുട്ടുകുത്തിക്കുകയാണ് ഈ BJP ഗവൺമെന്റ് ചെയ്യുന്നത്. Today about changing the constitution. It is the constitution which protects your rights. It is the constitution that sees each one of you as equal. It is the constitution that gives you your right to vote, your right to reservations, and every right that makes you strong. And their leader slowly talking about the fact that if you give them another majority in this election,
they are going to change the constitution. അത് മാത്രമല്ല ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റി എഴുതുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകുന്നത് ഈ ഭരണഘടനയാണ്. ഞങ്ങൾക്ക് വലിയ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതും എന്നാണ് ഈ BJP സർക്കാർ രാജ്യം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. It must be the first time of this nation and our democracy that 2 sitting chief ministers have been jailed right at the time of the elections. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും ഈ രാജ്യത്തെ ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാരെ BJP. Hemant Soren ji is a tribal chief minister. He has been harassed endlessly and today they have put him in jail as well. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ജി. അധിക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ അവർ ഇന്ന് ജയിലിലാക്കിയിരിക്കുകയാണ്. The situation is thus that Congress party's accounts have been closed by this government just before the elections so that we do not have the strength to fight the elections in the way that we can. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് മുഴുവൻ അവർ മരവിപ്പിച്ചിരിക്കുകയാണ്. കാരണം ധൈര്യത്തോടു കൂടി ശക്തിയോടെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. On the other hand, you must have seen that Mr. Narendra Modi came out with a scheme called the electoral bond scheme. അത് മാത്രമല്ല, നിങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് കടപ്പത്ര അഥവാ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. This electoral bond scheme was a scheme that ensured that whoever gave donations to political parties, his name or that company's name would remain secret. ഈ പദ്ധതിയിൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആരൊക്കെയാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അവരുടെ പേര് വിവരം പുറത്തറിയിക്കാതെ വെളിപ്പെടുത്താതെ ഈ പദ്ധതിയിൽ രഹസ്യമായി സൂക്ഷിക്കും. A case was put in the Supreme Court and the Supreme Court judged that this scheme would lead to corruption and would lead to biases, and so they said that the list of people who have given donations to all political parties should be made public. ഇതിനെതിരെ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ അഴിമതി ഉണ്ടാകും, ഇത് പക്ഷപാതത്തിന് കാരണമാകും, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ എല്ലാ കമ്പനികളുടെയും പേര് വിവരം പ്രസിദ്ധപ്പെടുത്തണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. And the most interesting thing happened when this list was published. It was found that all sorts of companies had given huge donations to the BJP. Some companies that were earning around 100 crores had given donations of thousands of crores. Some companies that had got contracts from the BJP had given big donations. Other companies on whom cases were put, who were raided, who were pressurized, gave donations and those cases were removed. Those raids were stopped. അത് മാത്രമല്ല, ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ വളരെ നമുക്ക് താല്പര്യമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചില കമ്പനികൾക്ക് 100 കോടി രൂപ മാത്രം വരുമാനമുള്ള കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സംഭാവനയാണ് BJPക്ക് നൽകിയത്. അതുപോലെ BJPക്ക് സംഭാവന നൽകിയ പല കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ കിട്ടി. അതുമാത്രമല്ല, ചില കമ്പനികൾക്കെതിരെ കേസുകൾ ഉണ്ടാക്കുകയും അവർ BJPക്ക് സംഭാവന നടത്തി കഴിഞ്ഞപ്പോൾ ആ കേസുകൾ അവർക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കുകയും ചെയ്തു. So the situation in the country is that institutions that protect you are being weakened, democracy is being weakened, corruption is being made systemic, it's being institutionalized, and worst of all, the Prime Minister feels that he can get away with anything and there is no answerability to the public. Go ahead. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്, ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. കറപ്ഷൻ അഥവാ അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയാണ്. ഇത് മാത്രമല്ല, ഇതിനുപരിയായി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്, തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, തന്നെ ചോദിക്കാൻ ആരുമില്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് തനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന നിലയിലാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പെരുമാറുന്നത്. So while you're showing beautiful images on TV, while you're shown the Prime Minister looking strong and powerful, what has he done to make you strong? നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അനേകം പടങ്ങളും ചിത്രങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ കാണും. വളരെ ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കാണും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ശക്തിയുള്ളവരാക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്തിട്ടുള്ളത്? He has done but distract the public, divert the public's attention from real issues.
അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. And he continues to do it every single day of this election campaign. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓരോ ദിവസവും നരേന്ദ്രമോദി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. On the other hand, you have an MP from here, my brother Rahul, who has done nothing but fight for you. ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയുണ്ട്, എൻ്റെ സഹോദരൻ. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക മാത്രം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് മറുവശത്ത് നിങ്ങൾക്കുള്ളത്. They called him all sorts of names. They abused him every day. They spread lies about him. They made videos on social media lying about him. They continue to do it every single day, but he did not stop. അത് മാത്രമല്ല, അവരെന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും അദ്ദേഹത്തെ അവർ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ്, അദ്ദേഹത്തെ പല പേരുകൾ വിളിക്കുകയാണ്. അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം ഒരിക്കലും നിർത്തിയിട്ടില്ല. They put false cases against him in every corner of this country, in Gujarat, in Bihar, elsewhere, so that they should harass him as much as they could. അദ്ദേഹത്തെ എത്രയധികം വേട്ടയാടുന്നതിനും വേദനിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിലും ആസാമിലും അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം അവർ വ്യാജമായ കേസുകൾ. Called his martyred father a traitor to this nation. They called his martyred grandmother traitor to this nation. They called his grandfather, great grandfather names. അത് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ അദ്ദേഹത്തിന്റെ അച്ഛനെ അവർ ഈ രാജ്യത്തെ വഞ്ചിച്ച ആളെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ അവർ വഞ്ചകരെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന്റെ അവർ വഞ്ചകരെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. They called his mother names. They attacked his family, but he did not stop fighting for you. മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു. പക്ഷെ ഇതെല്ലാം നടന്നിട്ടും ഒരിക്കലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. With truth and humility and love in his heart, he walked from Kanyakumari to Kashmir, and he traveled from that we are a united nation, that we must fight for that democracy is not destroyed in our country. തന്റെ ഹൃദയത്തിൽ സ്നേഹവും സത്യവുമായി ഈ കാശ്മീരിൽ അദ്ദേഹം നടന്നു. ഗുവാഹട്ടി മുതൽ ഗുജറാത്ത് വരെ അദ്ദേഹം നടന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തോട് പറയുകയായിരുന്നു, സ്നേഹത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു ഒറ്റ വിഷയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ഹൃദയത്തിൽ സ്നേഹവുമായി രാജ്യം മുഴുവൻ നടന്ന് അദ്ദേഹം നമ്മളോട് പറയുകയായിരുന്നു. They threw him out of parliament. They threw him out of his house. He still did not stop fighting for you. അവർ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവർ അദ്ദേഹത്തെ പുറത്താക്കി. ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. I'm his sister. I'll tell you something. I used to play a lot of soccer when we were children. He taught me how to play. He was a very good player. The one thing he could not accept, we would play, we would fight, sometimes somebody would win, sometimes somebody would lose. But one thing he could never accept was unfair. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ട്. ഫുട്ബോൾ കളിക്കായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അടി നോക്കും. കാര്യം എനിക്ക് പറയാനുണ്ട്, ആ കളിയിൽ പോലും ഒരിക്കലും അദ്ദേഹം അനീതി ഉൾക്കൊള്ളുന്നില്ല. Even as a child, somebody in his own team was unfair to somebody else. As a child, unfairness was unacceptable to him. ഒരു കുട്ടിയായിരുന്നപ്പോൾ പോലും അത് അദ്ദേഹത്തിന്റെ മറ്റൊരാളോട് അനീതി കാട്ടിയാൽ അദ്ദേഹം തടുക്കുമായിരുന്നു. ആ വ്യക്തി അദ്ദേഹം തടുക്കുമായിരുന്നു. ഒരു കുട്ടി എന്ന നിലയിൽ പോലും ഒരിക്കലും അദ്ദേഹം
ഉൾക്കൊള്ളാനോ സാധിച്ചിരുന്നില്ല. And ever since he was a child, whether it was any unfairness being shown to a little animal or unfairness to other human beings or to other children, he stood up for the person who was being victimized. അത് മാത്രമല്ല, ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഏതെങ്കിലും മൃഗങ്ങളോടാവട്ടെ, അതുപോലെ ഏതെങ്കിലും മനുഷ്യ നീതി ആരെങ്കിലും കാട്ടുന്നത് കണ്ടാൽ അദ്ദേഹം ആരാണോ അനീതി നേരിട്ടത് ആ മനുഷ്യർക്കൊപ്പം അദ്ദേഹം നിൽക്കുകയും ചെയ്തിരുന്നു. And I'll tell you one thing about Rahul, that if his own people നിങ്ങളോട് ഞാൻ രാഹുലിനെ പറ്റി ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിന് ഒരാൾക്ക് വേണ്ടി അനീതി നേരിട്ട ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിന് പോരാടണമെങ്കിൽ അത് സ്വന്തം ആളുകളാണ് അനീതി ചെയ്തതെങ്കിൽ കൂടി പോരാടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. He will stand unfailingly for what is right, for the truth, and what he believes reason and the foundation. അതുമാത്രമല്ല, സത്യത്തിന് വേണ്ടി എന്താണോ ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, എന്താണ് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും അദ്ദേഹം ഉറപ്പോടെ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. And that is the idea of fairness and equality. അത് അദ്ദേഹം എന്തിനു വേണ്ടി പറയുന്നു എന്ന് പറയുന്നത് അത് തുല്യതയുടെ, നീതിയുടെ, സമത്വത്തിന്റെ ആശയത്തിന് വേണ്ടിയാണ് അദ്ദേഹം എല്ലാ കാലവും പോരാടുന്നത്. When the whole sector hands the ports, the airport, everything to his rich businessmen friends, and that also only 2 or 3 of them. That is not fairness. That is your wealth which he is giving to those people. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, കൽക്കരി ഖനികൾ, വിമാനത്താവളങ്ങൾ, എല്ലാ വ്യവസായങ്ങളും രാജ്യത്തെ പ്രധാനമന്ത്രി അതിസമ്പന്നരായ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 2-3 വ്യവസായികൾക്ക് വേണ്ടി മാത്രം നൽകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഒരിക്കലും നീതിയുക്തമല്ല. കാരണം ഈ നൽകുന്ന സമ്പത്ത് മുഴുവൻ നിങ്ങളുടെ സമ്പത്താണ്. When you struggle day and night to make ends meet, to feed your children, to educate them, to find them jobs, and you have no support from your government, and all the support is reserved only for a few people who are the Prime Minister's friends, that is unfairness. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും ജീവിതം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ, ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, എല്ലാ പിന്തുണയും പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കൾക്കായി, ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് നീതിയല്ല, ഇത് അനീതിയാണ്. When elected governments are brought down by bribing MLAs, by giving them hundreds of crores, when the public has elected them, that is unfairness. അത് മാത്രമല്ല, ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് 100 കണക്കിന് കോടി രൂപ കൈക്കൂലിയായി കൊടുത്ത് ഗവൺമെന്റുകളെ BJP ഗവൺമെന്റ് താഴെ ഇറക്കുമ്പോൾ, താഴ്ത്തിയിടുമ്പോൾ ഇത് നീതിയല്ല, അനീതിയാണ്, ന്യായമല്ല, അന്യായമാണ്. When a young boy like Siddharth is tortured and ragged until he passes away, and when there are rooms reserved in universities specially to torture children who go there to study and make a future, and no action is taken against them, that is unfairness. അത് മാത്രമല്ല, സിദ്ധാർത്ഥനെ പോലെയുള്ള കുട്ടികളെ മാസങ്ങളോളം പീഡിപ്പിച്ച് റാഗ് ചെയ്ത് അവസാനം അതിന്റെ ജീവൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സർവകലാശാലകളിലെ റൂമുകൾ, പല മുറികളും കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, പീഡിപ്പിക്കാൻ വേണ്ടി പ്രത്യേക മുറികൾ ഉണ്ടായിരിക്കുമ്പോൾ, ഇതിനെതിരെ ഒന്നും ഒരു നടപടി എടുക്കാതിരിക്കുമ്പോൾ ഇത് ന്യായമല്ല, നീതിയല്ല, ഇത് അന്യായവും അനീതിയുമാണ്. When women are molested or paraded in the way that one lady was paraded in Manipur, or when women are raped like in Hathras and Unnao, and the government protects the rapist, protects the molesters, or turns its face away, that is unfairness. അത് മാത്രമല്ല, മണിപ്പൂരിലെ പോലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ട് ബലാത്കാരം ചെയ്യപ്പെട്ട് നഗ്നരായി ആ സംസ്ഥാനത്ത് കൂടെ പരേഡ് ചെയ്യപ്പെടുമ്പോൾ, ഹത്രാസിലും ഉന്നാവിലും പെൺകുട്ടികളെ ലൈംഗികമായി അധിക്ഷേപിക്കപ്പെടുമ്പോൾ, ഈ കുറ്റവാളികളെ ഗവൺമെന്റ് സംവിധാനങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഇത് നീതിയല്ല, ന്യായമല്ല, അനീതിയും അന്യായവുമാണ്. It is unfairness and it is unacceptable in a democracy. അത് മാത്രമല്ല, ഈ അന്യായങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതല്ല. You look at Kerala itself, look at the government that is running here. It is fully colluding with the BJP. The only person they attack is Rahul Gandhi.
അത് മാത്രമല്ല, നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്? BJP-യുമായിട്ട് ഒരു ധാരണയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആക്രമിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. BJP politicians are caught with crores in their car. No action is taken against them. BJP-യുടെ രാഷ്ട്രീയക്കാരുടെ കാറുകളിൽ നിന്ന് കോടികൾ കിട്ടിയപ്പോൾ അവർക്കെതിരെ കേരള ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. And please be very alert and notice this, that the Kerala Chief Minister's name has come up in many scams, but nowhere has Modi ji's government taken any action against നിങ്ങൾ him. വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പല അഴിമതി കുംഭകോണങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നത് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. Every other opposition leader is attacked, harassed, put into jail, cases are put on them, but not against the Chief Minister of Kerala. ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ എല്ലാം BJP വേട്ടയാടി അവരെ ജയിലിലിടുകയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഒരു നടപടിയും BJP ഗവൺമെന്റ് എടുക്കുന്നില്ല. And the greatest unfairness that is constantly being perpetrated on the people of India is that they are constantly being distracted and asked to vote on the basis of their emotions, their religion or their caste, instead of being asked to vote on performance, on the fact that the government should be creating progress, should be developing this country, should be providing opportunities for education, should be providing centers, hospitals for health, should be creating opportunities of work and jobs and employment for you. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അന്യായം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ വൈകാരികമായ പ്രശ്നങ്ങളുടെ പേര്, അവരുടെ മതത്തിന്റെ പേര്, അവരുടെ വികാരങ്ങളുടെ പേര് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അവരെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തുണ്ടാവേണ്ട തൊഴിലവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം, ഈ രാജ്യത്ത് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാകുന്നതിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നതിന് പകരം വൈകാരികമായി അവരെ ബാധിക്കുന്ന മതം പോലെയുള്ള വിഷയങ്ങളിൽ അവർ വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. This is not Rahul ji's politics. Rahul ji's politics is a politics of truth, of real issues and of hard work. ഈ പറഞ്ഞതല്ല ശ്രീ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം. രാഹുൽ ജിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യത്തിന്റെ രാഷ്ട്രീയമാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെ രാഷ്ട്രീയമാണ്. Through his efforts, projects worth 145 crore road projects have been passed for Wayanad. അദ്ദേഹം 154 കോടി രൂപയുടെ റോഡ് പദ്ധതികൾ വയനാട്ടിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. 54 houses have been handed over to needy people, especially to widowed women and other needy people, and 37 more are in the process of being handed over. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 54 വീടുകൾ പൂർത്തിയാക്കി പ്രത്യേകിച്ചും വിധവകളായ സ്ത്രീകൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 37 വീടുകൾ അവയുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 smart Anganwadi centers have been opened. അത് മാത്രമല്ല, വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 10 സ്മാർട്ട് അംഗൻവാടി കേന്ദ്രങ്ങൾ ഇവിടെ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുണ്ട്. Under the funds that every member of parliament gets to spend for his constituency, Rahul ji's is one of the highest spent funds in Kerala for the area of Wayanad. MP-മാർക്ക് അവരുടെ പാർലമെന്റിന് വേണ്ടി ചെലവഴിക്കാൻ കിട്ടുന്ന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പണം സ്വന്തം നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ രാഹുൽ ഗാന്ധി. 131 projects have been started with these funds. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച്, ഈ തുക ഉപയോഗിച്ച് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വയനാട്ടിൽ 131 പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. Projects for drinking water, for tribal colonies, dialysis machines, ambulances, school buses and libraries. അത് മാത്രമല്ല, കോളനികളിലേക്ക് ജലസേചന പദ്ധതികൾ, ഡയാലിസിസ് മെഷീനുകൾ, അതുപോലെ സ്കൂൾ ബസ്സുകൾ, ആംബുലൻസസ്, ഇതെല്ലാം ഈ ഫണ്ട് വിനിയോഗത്തിലൂടെ അദ്ദേഹം ഇവിടേക്ക് നൽകിയിട്ടുണ്ട്. When the night traffic ban became an issue, Rahul ji came here and stood with you and fought for you. അത് മാത്രമല്ല, രാത്രി യാത്രാ നിരോധനം ഒരു പ്രശ്നമായപ്പോൾ രാഹുൽ ജി ഇവിടെ വന്ന് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം നിലകൊണ്ടു. And the same thing happened when the demarcation of the buffer zone was taking place
he forced the government to safeguard your livelihood. അത് മാത്രമല്ല ബഫർ സോണിന്റെ അതിർത്തി നിർണ്ണയം നടക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ജീവനോപാധി നിങ്ങളുടെ വരുമാന മാർഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗവൺമെന്റിനോട് പോരാടി നിന്നു. He raised the Nanjangud-Nilambar railway line issue in parliament. He raised it with both the Chief Minister of Kerala and the Chief Minister of Karnataka. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ലൈനിന്റെ വിഷയം അദ്ദേഹം പാർലമെന്റിൽ മാത്രമല്ല ഉയർത്തിയത്, അദ്ദേഹം കേരളത്തിലെയും കർണാടകത്തിലെയും മുഖ്യമന്ത്രിമാരോട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. He constantly works for your betterment. He treats you like family. He feels happy when he comes here and he moves among you. He tries hard to understand what your problems are and in which ways they can be resolved. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായി കഠിനമായി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് ഇടപഴകുമ്പോൾ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. ഏതൊക്കെ വിധത്തിലാണോ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. It is under his leadership that many guarantees have been brought in the Congress manifesto this time which will benefit the public. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ അനേകം ഗ്യാരണ്ടികൾ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. Minimum support price for crops will become a law in this country. ഈ രാജ്യത്തെ കർഷകർക്ക് മിനിമം താങ്ങുവില എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നിയമമാക്കും എന്ന ഗ്യാരണ്ടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. There will be no question of not getting it, and rubber will be given agricultural status. അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരിക്കലും മിനിമം താങ്ങുവില ലഭിക്കാത്തൊരു അവസ്ഥ ഉണ്ടാകുകയില്ല. രണ്ടാമതായി റബ്ബറിന് ഒരു കൃഷിയുടെ കാർഷിക വ്യക്തിയുടെ പദവി നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. Today there are 30 lakh jobs vacancies in the central government. They have not been filled. Today 1 in 3 unemployed youth there are in Kerala, the highest in the country. You are most educated and yet you have the highest rate of unemployment. നിങ്ങൾക്കറിയാമോ ഇന്ന് രാജ്യത്ത് 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ നികത്താതെ കിടപ്പുണ്ട്. കേരളത്തിലെ യുവജനങ്ങളിൽ 3 പേരിൽ ഒരാൾക്ക് തൊഴിലില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇത്രയും വിദ്യാസമ്പന്നരായ ജനങ്ങൾ ഉണ്ടായിട്ടും കേരളം. The Congress party guarantees that it will fill all these vacancies, provide these 30 lakh jobs to young people. In addition, it will come out with an apprenticeship program. So if you are young and you have finished your studies, you will get an apprenticeship that will pay you at least 1 lakh rupees per annum until you find a proper job. അത് മാത്രമല്ല ഈ രാജ്യത്തെ 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു. അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം ആദ്യത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനം നിയമമാക്കുന്ന ഒരു ഉറപ്പ് കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്നു. Just like 100 days of work was guaranteed in the villages through the Manrega program, there will be an urban guarantee where in the urban areas also jobs will be guaranteed to that extent. 100 days of work will be guaranteed to everyone as a right. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എങ്ങനെയാണോ ഗ്രാമീണ മേഖലകളിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കിയത്, അതുപോലെ നഗരങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിൽ വരുത്തും. Wherever there is a larger tribal population, all those areas will be declared as tribal areas. Forest land claims will be cleared within 1 year. And there will be a special sub-plan for SCs and STs and a special budget. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഗോത്ര വിഭാഗങ്ങളുള്ള ഏരിയയിൽ ആ പ്രദേശത്തെ ഗോത്ര വിഭാഗമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആദിവാസികൾക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം 1 വർഷത്തിനുള്ളിൽ അതിലൊരു തീർപ്പ് കൽപ്പിക്കാനുള്ള പദ്ധതി ഞങ്ങൾ നടപ്പിൽ വരുത്തും. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്ലാനും സബ് പ്ലാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കും. In every poor family, the eldest woman will get 1 lakh rupees per year so that she can have some savings. അത് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങളിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ നൽകി ആ സ്ത്രീക്ക് ഒരു സമ്പാദ്യം കൂടി ഞങ്ങൾ ഉറപ്പാക്കും. And a health insurance for each and every citizen up to 25 lakh rupees, where you will be able to get health services for free with that insurance
will be put into place for the whole country. അതുമാത്രമല്ല ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ വരുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കും. There will be waivers on education loans, and a 5,000 crore rupees startup fund will be created for all young people who want to start small industries of their own, small little companies of their own, or do a business of their own. They will get money from this fund. അതുമാത്രമല്ല ഈ രാജ്യത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസ വായ്പകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുതി തള്ളും. അതുപോലെ തന്നെ ഈ രാജ്യത്തെ യുവ സംരംഭകർക്ക് അവർക്ക് പുതിയതായി ഒരു വ്യവസായം, ചെറുകിട ഇടത്തര വ്യവസായം ആരംഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി 5000 കോടി രൂപയുടെ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് കൊണ്ടുവരും. These and many others which are in the Congress manifesto are real solutions for your very real issues. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്ന ഗ്യാരണ്ടികളെല്ലാം തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരമാണ്. So in this election, here in Wayanad especially, I ask you to awaken towards your responsibility. You have a great responsibility towards this nation. When you elect Rahul Gandhi as your MP, you stand for everything that is truthful, everything that is honest, everything that is right in our politics. അതുമാത്രമല്ല, ഇന്ന് വയനാട്ടിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാജ്യത്തോട് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ MP ആയി തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്തൊക്കെയാണോ ശരിയായത് അതിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, എന്തൊക്കെയാണോ സത്യമായത് അതിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം എന്തിനു വേണ്ടിയൊക്കെയാണോ നിലകൊള്ളുന്നത് അതിനെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ MP ആയി തെരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you vote for Rahul Gandhi, you stand against the unjustness of handing over all the wealth of this nation to 2 or 3 people, and you stand for the idea that the wealth of the nation belongs to the public and it should be put back in the hands of the public. നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കുറച്ച് അതിസമ്പന്നരായ ആളുകൾക്ക് കൈമാറ്റം ചെയ്യുന്ന അന്യായത്തിനെതിരെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നിന്ന് വോട്ട് ചെയ്യുന്നത്. When you vote for Rahul Gandhi, you stand for justice, you stand for democracy, you stand for the strengthening of our institutions, and you stand first and foremost for yourselves. അതുമാത്രമല്ല, ശ്രീ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ രാജ്യത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അതിനുപരിയായി ശ്രീ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So I urge you to support him, to stand shoulder to shoulder with him in this great fight for the democracy of our nation. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ വലിയ പോരാട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുവാൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഇന്ന് അഭ്യർത്ഥിക്കുകയാണ്. I urge you to walk with him on this difficult and arduous path he has chosen, on the path of truth. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹം തെരഞ്ഞെടുത്ത കഠിനമായ ഒരു പാതയാണ് സത്യത്തിന്റെ പാത. ഈ സത്യത്തിന്റെ പാതയിൽ അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. As his sister and your sister, I can tell you, he will work with complete dedication for you as he has done in the last 5 years. He will work day and night to resolve your issues, and he will always be by your side, no matter what difficulties you go through. അദ്ദേഹത്തിന്റെ സഹോദരി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. രാത്രിയും പകലും എല്ലാ കാലത്തും പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി
പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം എങ്ങനെ നിങ്ങളോടൊപ്പം നിന്നോ അതുപോലെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് You have നൽകുന്നു. listened to my words very carefully. I hope that you will remember them on the day that you go for polling. I hope that you will all go out and cast your vote. And you will make sure that your single vote counts in the protection and the building of this nation. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു നിന്നു. എനിക്ക് ഉറപ്പുണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി അന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി വോട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ വോട്ടും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Because we all love our country. കാരണം We love its land, this land, the oceans, the rivers, the jungles. We love each other as one people, as one family. And it is time today for each one of us who cares for this country, who loves this country with all our hearts, to stand up for what is right, to look beyond ourselves, to look at the future of India and know that our one vote can either save it or let it go further down on a path of destruction that it is being led by Mr. Narendra Modi. അതുമാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ മലനിരകളെ, സമുദ്രങ്ങളെ, നദികളെ, ഈ രാജ്യത്തെ വനങ്ങളെ, ഈ രാജ്യത്തെ മനുഷ്യരെ, പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യരെ, വ്യത്യസ്തരായ മനുഷ്യരെ എല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയണം. നമുക്ക് മനസ്സിലാകാൻ സാധിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു വോട്ട് ഒരു പക്ഷേ ഈ രാജ്യത്തെ രക്ഷിക്കും. അല്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഒരു വോട്ടായിരിക്കും ഈ രാജ്യത്തെ നാശത്തിൻ്റെ പാതയിലേക്ക് ഇനിയും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, എല്ലാറ്റിനുമുപരിയായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നിങ്ങളോട് വോട്ട് ചെയ്യാൻ, വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. So thank you very much for listening to me. My love and good wishes are always with you. നിങ്ങൾ എന്നെ Thank you. ശ്രദ്ധിച്ച് And കേട്ടതിന് thank you for supporting my brother through such difficult times for him, and for recognizing the truth and recognizing an honest man when he came before you. Thank അത് you. മാത്രമല്ല